ജാക്കോ ഹാജരാവുന്ന ദൃശ്യങ്ങൾ വരുന്നു. ഷൈൻ ടോം ജാക്കോ അവിടെ പോലീസ് സ്റ്റേഷൻ ഹാജരാവുകയാണ്. ഷൈൻ ടോം ജാക്കോക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഷൈൻ ടോം ജാക്കോ ഇപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ ഹാജരാവുന്നു. കേസൊന്നുമില്ല. അപ്പോൾ ചോദ്യം ചെയ്യുക എന്നുള്ള സാങ്കേതിക പ്രൊസീജിയർ അല്ല. എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന കാര്യം നോക്കാൻ വേണ്ടിയാണ് ഷൈൻ ടോം ജാക്കോക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഷൈൻ ടോം ജാക്കോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞത് 3 മണിക്ക് ഹാജരാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ 3 മണിക്കല്ല, അതിന് മുമ്പ് തന്നെ 10 മണിയായപ്പോൾ തന്നെ ഷൈൻ ടോം ജാക്കോ അവിടെ ഹാജരായിരിക്കുന്നു. പോലീസുമായി സഹകരിക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ് ഈ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്. വിശദമായ ഒരു പരിശോധന, ചോദ്യം ചെയ്യൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് ACP വ്യക്തമാക്കിയത്. 2 കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. ഹാൻഡ്സ് ഓഫ് പരിശോധനയ്ക്കിടെ എന്തിനാണ് ഷൈൻ ടോം ജാക്കോ ഇറങ്ങി ഓടിയത്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നോ, ഒപ്പം ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വൈദ്യ പരിശോധന ഭയന്നാണോ ഷൈൻ ഓടിക്കളഞ്ഞത്, തുടർന്നുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 32ഓളം വരുന്ന ചോദ്യങ്ങൾ ഷൈന് മുൻപിൽ ചോദിക്കും. ഒപ്പം കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്, ഡാൻസർ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഷൈനുമായി ബന്ധപ്പെട്ട് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഷൈനെ നിരീക്ഷിക്കാൻ പോലീസ് തീരുമാനിച്ചത്. അങ്ങനെ ചില വിവരങ്ങളും പോലീസിന്റെ പക്കലുണ്ട്. അക്കാര്യങ്ങൾ കൂടി ഷൈനോട് ചോദിച്ചറിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സമീപകാലത്ത് ഷൈനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില വിവാദങ്ങളുണ്ട്, വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിലേക്ക് ഒരു പ്രാഥമിക വിവരാന്വേഷണം പോലീസ് നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു വിശദമായ അന്വേഷണം എന്ന് അതിലേക്ക് പോകില്ല. വിശദമായി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് വേദാന്ത ഹോട്ടലിൽ രാത്രി 10:58 ഡാൻസർ സംഘം 314 മുറിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഷൈൻ പോലീസിനെ കണ്ണുവെട്ടിച്ച് ഓടിക്കളഞ്ഞത്, അതിസാഹസികമായി രക്ഷപ്പെട്ടത് എന്നതും ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഷൈനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ സമീപകാലത്തിൽ ഉയർന്ന വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അക്കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു.